ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിജനകൂടാരത്തിൽ ഹൃദ്യതയോടെ ആയിരുന്ന മണയങ്കുന്നിന്റെ മാണിക്യം, FCC ഭരണജ്ഞാനം, അൽഫോൻസ ജ്യോതി പ്രൊവിൻസിന്റെ അഭിമാനം, ദൈവദാസി കൊളയത്താമ്മയുടെ ആത്മീയതയുടെ ആഴങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, സഹനം ദൈവീകമാണ്, അത് സ്നേഹത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആധുനിക കുടുംബങ്ങൾക്ക് ദൈവദാസി കൊളയത്താമ്മ നൽകുന്ന സന്ദേശം എന്നതാണ്. ദൈവമനുഷ്യ ബന്ധത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആ വ്യക്തിയുടെ ഹൃദയഭാവം. ദൈവവും മനുഷ്യനും തമ്മിൽ ആശയ സംവേദന നടക്കുന്നത് നിശബ്ദതയിലാണ്. വാക്കുകളേക്കാൾ ശേഷി നിശബ്ദതയ്ക്കുണ്ടെന്ന് ജീവിത അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് പ്രയോഗത്തിലാക്കിയ വിശുദ്ധാത്മാവാണ് ദൈവദാസി കൊളയത്താമ്മ. നിശബ്ദ സഹനം ദൈവീകമാണെന്നും ഒരു വ്യക്തിയുടെ നിശബ്ദതയ്ക്ക്, മൗനത്തിന് കാലത്തിന്റെ അടയാളമാകുവാനുള്ള ശേഷിയുണ്ടെന്നും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് ഒരു പരിധിവരെ കടന്നു പോകുന്ന ഈ ആധുനിക ലോകത്തിലെ കുടുംബങ്ങളെ നോക്കി തൻ്റെ ജീവിതത്തിലൂടെ ബഹുമാനപ്പെട്ട കൊളയത്താമ്മ കാണിച്ചു തരികയാണ്. ദൈവദാസി കൊളയത്താമ്മയുടെ ജീവിതത്തെ സമഗ്രമായി അപഗ്രഥിക്കുമ്പോൾ കുടുംബത്തിന്റെ പ്രാധാന്യവും മാഹാത്മ്യവും എത്രമാത്രമാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അമ്മ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഹനം ദൈവീകമാണ് എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കണ്ടുമുട്ടുന്ന പൂർവ്വ യോസേപ്പ്, പഴയ നിയമത്തിന്റെ താളുകളിൽ സഹനത്തിന്റെ മാതൃകയായി നാം കാണുന്ന ജോബ്, പുതിയ നിയമത്തിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിനു വിധേയപ്പെടുന്ന പരിശുദ്ധ അമ്മ, നിശബ്ദനും നീതിമാനുമായിരുന്ന വിശുദ്ധ യോസേപ്പ്, ഇവരെല്ലാം നിശബ്ദമായ സഹന വഴികളിലൂടെ കടന്നുവന്ന് അനുഗ്രഹം പ്രാപിച്ചവരും ദൈവീകമായ ഫലങ്ങൾ ലോകത്തിന് സമ്മാനിച്ചവരുമാണ്. വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ പാദ്രി പിയ, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ, മർത്താക്കരയിലെ ബഹുമാനപ്പെട്ട നോർബർട്ട് അമ്മ, ഇവരും നമുക്ക് മാതൃകയായി സഹന വഴികളിലൂടെ കടന്നുപോയവരാണ്. ക്രിസ്തീയ കുടുംബങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ക്രിസ്തീയ കുടുംബങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ 2204 മുതൽ 2207 വരെയുള്ള നമ്പറുകളിലാണ്. ക്രൈസ്തവ കുടുംബം സഭാത്മക കൂട്ടായ്മയുടെ സവിശേഷമായ ഒരു പ്രദർശനവും സാക്ഷാത്കാരവുമാണ്. ഇക്കാരണത്താൽ അത് ഗാർഗിക സഭ എന്ന് വിളിക്കപ്പെടണം. അത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഒരു സമൂഹമാണ്. പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുന്നത് പോലെ അതിനു സഭയിൽ അതുല്യമായ സ്ഥാനമുണ്ട്. CCC 2204 വ്യക്തമായി പറയുന്നുണ്ട്. തിരുവചനങ്ങളിൽ വ്യക്തമായി പറയുന്നത് പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് ലീഗ എഫേസൂസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായം 21 മുതൽ 6-ാം അധ്യായം 4 വരെയും, കൊളോസസിലെ സഭയ്ക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വചനങ്ങളും, പത്രോസ് ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുമുള്ള വാക്യങ്ങളുമാണ്. ക്രിസ്തീയ കുടുംബം പരിശുദ്ധ തൃത്വത്തിന്റെ ഐക്യത്തിന്റെ അടയാളവും പ്രതിരൂപവുമാണ്. കുടുംബത്തിനുള്ളിലെ ബന്ധങ്ങൾ വികാരങ്ങളുടെയും സ്നേഹപ്രകടനങ്ങളുടെയും താല്പര്യങ്ങളുടെയും ഒരു ചാർച്ചയുണ്ടാക്കുന്നു. മതബോധന ഗ്രന്ഥം 2206 നമ്പർ വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നു. ഇന്ന് ദൈവദാസി പദം അലങ്കരിക്കുന്ന കൊളയത്താമ്മയുടെ ജീവിത വഴികളിലൂടെ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. കൊളയത്താമ്മ ജനിച്ചത് ആരംപുളിക്കൽ കുടുംബത്തിലാണ്. തനിക്ക് മുമ്പും ശേഷവും ജനിച്ച സഹോദരങ്ങളോടൊത്ത് വസിച്ചതും കുടുംബത്തിലാണ്. തൻ്റെ 9-ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടമായപ്പോൾ സഹോദരങ്ങൾക്ക് ആയിയമ്മയായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതും കുടുംബത്തിലാണ്. പിന്നീട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന വലിയ കുടുംബത്തിന്റെ ഭാഗമായി അമ്മ മാറുകയാണ്. 1904 മുതൽ 1984 വരെയുള്ള 80 വർഷക്കാലത്തെ ഈ ലോക ജീവിതത്തിൽ ദീർഘസഹനങ്ങളിലൂടെ അമ്മയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. 1942 മുതൽ 1952 വരെയുള്ള അതിസങ്കീർണമായ 10 വർഷങ്ങൾ ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ കഴിയേണ്ടി വന്നു. പിറുപിറുപ്പും ആവലാതിയും പരിഭവങ്ങളും ആ ജീവിതത്തിൽ നാം കാണുന്നില്ല. മറിച്ച് അവയെല്ലാം ദൈവികമാക്കി മാറ്റുകയായിരുന്നു അമ്മ. ഇന്ന് വ്യക്തികളും കുടുംബങ്ങളും സഹന വഴികളിൽ തളരുകയും തകരുകയും ചെയ്യുന്നു. മൊബൈൽ ഫോണും മദ്യവും മയക്കുമരുന്നും താറുമാറാക്കുന്ന കുടുംബ ബന്ധങ്ങളെ നോക്കി കൊളയത്താമ്മ തൻ്റെ ജീവിതം കാണിച്ചു തന്നുകൊണ്ട് പറയുകയാണ്, സഹനം എന്നത് ദൈവീകമാണ്, അതിന് മനുഷ്യകുലത്തോളം പഴക്കമുണ്ട്.
നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുകൂട്ടാനും ദൈവീക പുണ്യങ്ങളിൽ വളരുവാനും നമ്മെ സഹായിക്കുന്ന ദൈവകൃപയുടെ നിമിഷങ്ങളാണ് നമ്മുടെ സഹനാവസരങ്ങൾ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമായി പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധ തൃത്വത്തിന്റെ ഐക്യത്തിൽ നിലനിൽക്കുവാനും സ്നേഹത്തിന്റെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുമുള്ള അവസരവും സമയവുമാണിത്. കുടുംബമാകുന്ന വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്താനുള്ള സമയം. സഹനങ്ങൾ അവസരങ്ങളാണ്. നമ്മുടെയും നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെയും ആത്മാവിന്റെ രക്ഷ സാധിച്ചെടുക്കാനുള്ള അവസരം. സഹനത്തിന്റെ അളവുകോൽ സ്നേഹമാണ്. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹനം നമ്മെ ശുദ്ധീകരിച്ച് അസാധാരണ വ്യക്തികളാക്കി മാറ്റും. സഹനം പ്ലസ് സ്നേഹം പ്ലസ് സ്നേഹത്തിന്റെ പ്രവൃത്തി ഈക്വൽ ടു ദൈവകൃപ. സഹനം സ്നേഹപൂർവമാകുമ്പോൾ അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്കും ദൈവകൃപയിലേക്കും നയിക്കപ്പെടും. ഇതൊരു ഡൈനാമിക് പ്രോസസ് ആകണം ഓരോ വ്യക്തിയിലും കുടുംബത്തിലും. കൊളയത്താമ്മയ്ക്ക് അമ്മയെ നഷ്ടപ്പെടുകയാണ് ബാല്യത്തിൽ തന്നെ. അവിടെ പകച്ചു നിൽക്കാതെ ഇളയ സഹോദരങ്ങൾക്ക് ആയിയമ്മയായിട്ട് കൊളയത്താമ്മ മാറുകയാണ്. സഹനത്തെ സ്നേഹം കൊണ്ട് നിറച്ച് ദൈവീകമാക്കിയപ്പോൾ അത് അപരനിലേക്ക് സ്നേഹത്തിന്റെ പ്രവൃത്തിയായി ബഹിർഗമിക്കുകയാണ് ഇവിടെ. പരസ്പരം ഭിന്നിച്ചും മത്സരിച്ചും തങ്ങളിൽ ആരാണ് വലിയവനെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന നമ്മെ സ്നേഹം പൂർണ്ണത പ്രാപിക്കുന്നത് സ്വയം ദാനത്തിലൂടെ ബലിയായി മാറുമ്പോൾ മാത്രമാണ് എന്ന് ദൈവദാസി കൊളയത്താമ്മ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ പ്രവർത്തികൾ നമ്മെ ദൈവീകരാക്കട്ടെ. തൃത്വൈക സഹവാസത്തിലും കൂട്ടായ്മയിലും ദൈവീക പുണ്യങ്ങളിൽ വളരാൻ ദൈവദാസി കൊളാത്താമ്മയിലൂടെ കാരുണ്യവാനായ ദൈവം നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചുകൂടുമ്പോൾ ഇമ്പമുള്ളതായി തീരുന്ന ക്രിസ്തീയ കുടുംബങ്ങൾ സ്വർഗീയ ജീവിതത്തിന്റെ മുന്നാസ്വാദനമായി മാറട്ടെ.